ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് എന്റെ ഭാഗം കൂടി കേട്ടിട്ട് തീരുമാനം എടുക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നെ വിളിപ്പിച്ച് ഇപ്പം അത് ഒരു കോടതി ലീഗൽ ഇതിലോട്ട് പോയപ്പം എനിക്ക് എന്റെ അഡ്വക്കേറ്റ്സിന്റെ ഇതുണ്ട്, എനിക്ക് മാത്രം സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനും ഒറ്റയ്ക്ക് കയറില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവരുടെ ഒപ്പം കയറി കഴിഞ്ഞ് പറഞ്ഞു. എന്നോട് ചോദിച്ചു ആരാണ് എം ലോറൻസിന്റെ ആരാണെന്ന്, പേരെന്താണ്. എന്നെ വിളിപ്പിച്ചിട്ട് ചോദിക്കൂ ആശാ ലോറൻസിന്റെ പേരില് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളല്ല അവിടെ ഇരിക്കുന്നത്. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. കുട്ടികളെ ഡോക്ടേഴ്സ് ആകാനും പഠിപ്പിക്കുന്ന ഇരിക്കുന്നതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുക, പേര് ചോദിച്ചു, എന്നിട്ട് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാദറിന്റെ പേര് നോട്ടീസ് അയച്ച ആള് ചോദിക്കുക എം ലോറൻസ് റിലേഷൻ എന്താണെന്ന്. റിലേഷൻ ഞാനും കോടതി ഉത്തരവ് പ്രകാരം ഈ 2 ദിവസമായിട്ട് മീഡിയ മുഴുവൻ വന്ന കാര്യത്തിന് ചോദിക്കുക റിലേഷൻ എന്താന്ന്. ഫാദർ ആണെന്ന് പറഞ്ഞു. പ്രൂഫ് വേണോന്ന് പറഞ്ഞു. പ്രൂഫ് വേണോന്ന്, റിലേഷൻഷിപ്പ് പ്രൂഫ് വേണമെന്ന്. ആധാർ കാർഡ് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൻ എപ്പോഴാണ് മരിച്ചത്, 12 മണിക്ക് പറഞ്ഞപ്പോ നട്ടുച്ചയ്ക്കാണോ, പിന്നെ ഏത് ഹോസ്പിറ്റല്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊന്നും അറിയാണ്ടാണോ എന്റെ അപ്പനെ ഇവിടെ ഇങ്ങോട്ട് സ്വീകരിച്ചതെന്ന് ചോദിച്ചു. വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് മറുപടി ഇല്ലായിരുന്നു. ഈ പ്രിൻസിപ്പാളിന് അതിന് മറുപടി ഇല്ലായിരുന്നു. പിന്നീട് എന്താ ചോദിച്ചത്, പിന്നെ എന്താ ചോദിച്ചത്, എവിടെയായിരുന്നു, ഏത് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയതെന്ന്. എന്നുവെച്ചാൽ സഖാക്കളുടെ ഇൻസ്ട്രക്ഷനാണ് അവിടെ ഇരിക്കുന്ന സഖാവ് ഡോക്ടർ ചോദിച്ചുകൊണ്ടിരുന്നത്. സഖാവാണ്, വീണാമ്മയാണല്ലോ അവിടെ ഇരുത്തിയിരിക്കണ. അല്ലെങ്കിൽ കസേരന്ന് അങ്ങേരെ നാളെ ഇറങ്ങേണ്ടി വരില്ലേ. അതാണ് ചോദിക്കുവാണ്. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് സഖാവ് പ്രതാപ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഏത് വീട്ടിൽ നിന്നാ പോയതെന്ന്. എന്നുവെച്ചാൽ എനിക്കിതൊക്കെ അറിയോ, ഞാനും അപ്പനും തമ്മിൽ എന്തോ അകൽച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ള FB പോസ്റ്റ് ആണല്ലോ എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 അഡ്വക്കേറ്റ് അരുൺ ആന്റണിന്ന് ഉള്ള പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു നികൃഷ്ട ജീവി എന്റെ അപ്പന്റെ FB പോസ്റ്റ് അവനാണ് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തത്. എന്നാണ് ഈ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായത് ഇവിടെ. അപ്പോഴൊക്കെ അപ്പം പ്രായത്തിലെത്തിയിരുന്നു. അപ്പനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടു നടക്കുമായിരുന്നു ഈ അരുൺ ആന്റണി. അവൻ വീട് വെക്കുമ്പോ അപ്പനൊരു മുറിയുണ്ട്, അവിടെ വന്ന് നിൽക്കണം, അവൻ നോക്കിക്കോളാന്നും പറഞ്ഞ് കൊണ്ടു നടന്ന് അവൻ പല നേട്ടങ്ങളും നേടി. അവനിപ്പോ ഗവൺമെന്റ് പ്ലീഡറാണ്. അവനായിരുന്നു FB പോസ്റ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. FB പോസ്റ്റൊക്കെ ഞാൻ വായിക്കുന്നേ ഉള്ളായിരുന്നു, എന്റെ അപ്പന്റെ പോസ്റ്റ്. അതിലൊരിക്കൽ ഞാൻ കമന്റ് ചെയ്തപ്പോ ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തവനാണ്. എന്റെ അപ്പന്റെ പോസ്റ്റിൽ ഞാൻ കമന്റ് ഇട്ടപ്പോ ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇതൊന്നും എന്റെ അപ്പൻ അറിയില്ല. ഞാൻ അപ്പനെ വിളിച്ച് ചോദിക്കാനും പറയാനൊന്നും പോയില്ല. പക്ഷെ അപ്പൻ 2021 ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനുള്ളതും കൂടി ജനങ്ങൾ അറിയണം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് അനിൽ നമ്പ്യാറിന്റെ ജനം TVയിൽ അദ്ദേഹത്തിനോട് മറുപടിയിലും സാജൻ സക്രിയോടും വന്ന്. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറയും മൈക്കും എല്ലാം കാണുന്നത്. അന്ന് ഞാൻ വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. അപ്പന് ഫുഡും ഒന്നും കൊടുക്കാണ്ട് അപ്പൻ വളരെ കഷ്ടപ്പാടിലായിരുന്നു. എന്റെ അമ്മയുടെ മരണം ഒരു അൺനാച്ചുറൽ മരണമായിരുന്നു. അമ്മയെ പുറത്താക്കിയതാണ് വീട്ടിൽ നിന്ന്. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടും കുറെ കഷ്ടപ്പെട്ടതാണ്. അതെല്ലാം മീഡിയയിൽ ഇപ്പോഴും തെളിവായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കേസും എല്ലാം പോയതാ. അന്ന് അമ്മയുടെ കാര്യം തൊട്ടും ഞാൻ ഇനി അടുത്തത് അപ്പനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ, എനിക്ക് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഇനി എന്റെ അപ്പനെ സേഫ് ആക്കണമെന്ന്. അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് അവിടെ നിൽക്കുന്നെങ്കിലും എനിക്ക് എന്റെ അപ്പന്റെ സേഫ്റ്റി വലുതാ. അപ്പൻ എന്നെ പറ്റിയും തിരക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജോലിയുണ്ടോ, വരുമാനമുണ്ടോ, എന്റെ മോൻ പഠിക്കുന്നുണ്ടോ, എവിടെ എത്തി, ഇതെല്ലാം തിരക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പനെ അരുൺ ആന്റണിയുടെ വീട്ടിൽ പോയിന്ന് ഞാൻ അറിയുന്നത്. അപ്പൻ വീട്ടിൽ നിന്ന് ലാസ്റ്റ് ഇയർ മരിച്ചുപോയ എബിയുടെ ഭാര്യ സെന്റ് തെരേസാസ് കോളേജിൽ പ്രൊഫസറാണ്, സോജ ലൂയിസ്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഒരു ദിവസം ആ വീട്ടില് അപ്പം വാഷ്റൂമിൽ വീണ് കിടന്നിട്ട് ആ വീട്ടിൽ ആരും അറിഞ്ഞില്ല, ഒരാളില്ലായിരുന്നു. അപ്പൻ എങ്ങനെയോ നിരങ്ങി എണീറ്റ് വന്ന് ഫോൺ എടുത്ത് ഈ മൂത്ത മകനെ വിളിച്ച് ഹോസ്പിറ്റലിലാക്കി. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അതേ വീട്ടിൽ, എവിടെ വീണ് കിടന്നിട്ട് നോക്കാത്ത അതേ വീട്ടിൽ കൊണ്ട് ആക്കിയ മകനാണ് ML സജീവൻ. കട്ട സഖാവാണ് അയാള്. ഇതിന് ശേഷവും ഞാൻ പാർട്ടിയിൽ നിരന്തരമായിട്ട് വിജയരാഘവനെയും K രാധാകൃഷ്ണനെയും പിന്നെ MV ജയരാജനെയും KJ ജേക്കബിനെയും ഇങ്ങനെ അറിയുന്നവരോട് മുഴുവൻ നേരിട്ടും ഫോണിലോടും നിരന്തരം ഞാൻ പറഞ്ഞിരുന്നു എന്റെ അപ്പൻ സേഫ് അല്ലാന്ന്. ഇത് പോരാണ്ട് ഡൊമിനിക് പ്രസന്റേഷന് അദ്ദേഹം എന്റെ അമ്മയുടെ റിലേറ്റീവാണ്. അപ്പനെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞു MP എന്ന നിലയ്ക്കും ബന്ധമുള്ളതും കൊണ്ട് ബന്ധം
ഫാമിലി ബന്ധമല്ല, അല്ലാണ്ടുള്ളൊരു പരിചയമുള്ളത് പറഞ്ഞാൽ ഹൈബീഡ് MP കൂടിയാണല്ലോ. കോവിഡ് സമയത്തും പറഞ്ഞു എന്റെ അപ്പൻ ആ വീട്ടിൽ സേഫ് അല്ല, അപ്പനോട് മാറാൻ പറ അവിടെ നിന്ന്. അപ്പൊ ഹൈബിയുടെ പറഞ്ഞു അവിടെ കുഴപ്പമൊന്നുമില്ല, ലോറൻസ് ഏട്ടൻ സേഫാന്ന്.